കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ആമേൻ. ലോകം മുഴുവനും ഈസ്റ്റർ ദിനമായി കൊണ്ടാടുന്ന ഈ ദിനം നിങ്ങളോട് കർത്താവിൻ്റെ സ്നേഹത്തെപ്പറ്റിയും ഈസ്റ്ററിനെ പറ്റിയും പറയുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ തന്ന ഈ അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. എന്നെ കേൾക്കുന്ന ഏവരെയും ഇതിൽ കൂടെ ലോകരാജ്യങ്ങളിൽ കേൾക്കുന്ന, അത് മീഡിയയിൽ കൂടെ കേൾക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിന് വിടുതലിന് കാരണമായി തീരട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു. നമ്മുടെ ദൈവം നമ്മെ ആഴമായി സ്നേഹിപ്പാനിടയായിത്തീർന്നു. നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പേരാണ് സ്നേഹവാനായ ദൈവം. ആമേൻ. അതുകൊണ്ടാണല്ലോ തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് അയക്കുവാനിടയായിത്തീർന്നത്. ചരിത്ര പശ്ചാത്തലം നിങ്ങൾക്കറിയാമില്ലെങ്കിൽ ഞാൻ ചുരുക്കമായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കടന്നു വരുമ്പോൾ അതിൻ്റെ 1-ാം അധ്യായത്തിൽ, 2-ാം അധ്യായം, 3-ാം അധ്യായം, 3 അധ്യായങ്ങളിൽ നാം നോക്കുമ്പോൾ ആദ്യം ദൈവം സകലത്തെയും വാക്കിനാൽ ഉളവാക്കിയതിന് ശേഷം ആദാമിനെ തൻ്റെ ഉള്ളം കൈകൊണ്ട് സൃഷ്ടിപ്പാനിടയായിത്തീർന്നു. ആമേൻ. ആദാമിനെ ദൈവത്തിൻ്റെ തൻ്റെ ആ ഇമേജിൽ നിർമ്മിക്കുവാനിടയായിത്തീർന്നു. തന്നെ അത് കഴിഞ്ഞ് അതിനുശേഷം തൻ്റെ സ്തോത്രം വാരിയിലെടുത്തിട്ട് തനിക്കൊരു സ്ത്രീയെ തൻ്റെ കൂട്ടാളിയായി കൊടുക്കുവാനിടയായിത്തീർന്നു. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിങ്ങൾ സകലത്തെയും ഭരിച്ച് ഈ തോട്ടത്തിലുള്ള എല്ലാത്തിനെയും ഭരിപ്പാനായി ഭരിച്ച് നടത്തുവാൻ ദൈവം ആദാം ഹവ്വ ദമ്പതികളെ അവിടെ ആക്കി. എന്നാൽ ദൈവം പറഞ്ഞു, ഈ തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന ജീവവൃക്ഷത്തിൻ്റെ ഫലം മാത്രം നിങ്ങൾ തിന്നരുത്, ബാക്കിയുള്ള സകലതും നിങ്ങൾക്ക് ഭക്ഷിക്കാം. എന്നാൽ പിശാച് ഉപായത്താൽ ഹവ്വയെ ചതിപ്പാനിടയായിത്തീർന്നു. ദൈവത്തിൻ്റെ കൽപ്പന, ദൈവത്തിൻ്റെ ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ, അതിന് വിപരീതമായി അതിനെ തകർക്കുവാനായി പിശാച് പദ്ധതി ഒരുക്കി. ഹവ്വയെ കയ്യിലെടുത്ത് ഹവ്വയെ ആ പഴം പറിച്ച് തിന്നുവാനും അത് മുഖാന്തരം അവരിൽ ദൈവം നൽകിയിരുന്ന ആ ദൈവിക തേജസ് നഷ്ടമാകുവാൻ ഇടയായിത്തീർന്നു. ദൈവിക തേജസ് നഷ്ടമായതിനാൽ അവർ തങ്ങൾ നഗ്നരെന്നറിഞ്ഞ് ഉടുപ്പ് അന്വേഷിച്ച് പോകുവാനിടയായിത്തീർന്നു. അത്തീര തുന്നി അവർ വസ്ത്രമുണ്ടാക്കി. ദൈവിക തേജസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്തോത്രം, പിന്നെ പാപത്തിലാണ് ജനം അറിയുന്നത്. അവർ പാപികളായി തീരുവാൻ ഇടയായിത്തീർന്നു. ആ ചരിത്രത്തിലേക്ക് ഞാൻ കൂടുതൽ കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അവർ പാപം ചെയ്തതിന് നിമിത്തം അവർ തോട്ടത്തിൽ നിന്ന് ദൈവം അവരെ പുറത്താക്കി. 3-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യത്തിൽ സാത്താൻ്റെ വഞ്ചനയും മനുഷ്യൻ്റെ വീഴ്ചയും കുറിച്ച് കാണുവാൻ ഇടയായിത്തീർന്നു. അതിൻ്റെ 6 മുതൽ 13 വരെയുള്ള വാക്യത്തിൽ പാപത്തിൻ്റെ പരിണതഫലത്തെക്കുറിച്ച് കാണുവാൻ കഴിയുന്നു. 14 മുതൽ 19 വരെയുള്ള വാക്യത്തിൽ നാം കാണുന്നു ദൈവത്തിൻ്റെ ശാപം മനുഷ്യൻ്റെ മേൽ വരുന്നതായി കാണുന്നു. എന്നാൽ ഏതിൽ തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കി നമുക്ക് ആ ചരിത്രം അറിയാം. വചനം പറയുന്നു, പാപം ചെയ്യുന്ന ദേഹി മരിക്കും നിശ്ചയം, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. സ്തോത്രം. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. പാപം ചെയ്യുന്ന ദേഹി മരിക്കും നിശ്ചയം. ഈ പാപത്തിൽ നിന്ന് മനുഷ്യനെ കരകയറ്റുവാൻ ഭൂമിയിൽ ഒരു മനുഷ്യർക്കും കഴിയാതെ വന്നപ്പോൾ പിതാവായ ദൈവം തൻ്റെ ഓമനപുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുവാൻ ഇടയായിത്തീർന്നു. ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ തൻ്റെ സൃഷ്ടിയിൽ തൻ്റെ പിതാവിനോടൊപ്പം ഉണ്ടായിരുന്ന തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ ദൈവം തീരുമാനിച്ചു. പിശാച് കൈക്കലാക്കി അധികാരത്തെ ഞാൻ മടക്കിയെടുക്കണം, എൻ്റെ സർവ്വ മനുഷ്യരെയും ഞാൻ മടക്കിയെടുക്കണം. പിശാച് ചെയ്തത്, മനുഷ്യർ പാപികളായി തീർന്നപ്പോൾ, അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ സ്തോത്രം ആ മരിച്ചവരെ കൊണ്ടുപോയി അധമപാതാളത്തിൽ ബന്ധനസ്ഥരാക്കുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായപ്പോൾ താൻ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് ആദ്യം ചെയ്തൊരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അധമപാതാളത്തിലേക്ക് പോയി
ശത്രു ബന്ധിച്ചവരെ അവരെ സ്വതന്ത്രരാക്കി അവർക്ക് നല്ല ദാനങ്ങളെ നൽകി അവരെ പർദീസയിൽ കൊണ്ടാക്കുവാനിടയായി തീർന്നു. ആമേൻ. ദൈവമക്കളെ, നാം ഒന്നാമത് ദൈവീയ വചനത്തിൽ നാം നിലനിൽക്കണം. ആമേൻ, സ്തോത്രം. വചനം പറയുന്നു, ആമേൻ, നാം വചനത്തിൽ നിലനിന്നാൽ നാം സത്യം അറിയുകയും സത്യം നമ്മളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ആമേൻ. നമുക്ക് ദൈവവചനം അത് ആധാരമായി, ആമേൻ, ദൈവിക പ്രമാണം നമുക്ക് തന്നിട്ടുണ്ട്. ആമേൻ, സ്തോത്രം. ദൈവിക നിയമങ്ങളും നിയമാവലികളും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഈ ദൈവിക നിയമത്തിൽ നാം നിലനിന്നെങ്കിൽ മാത്രമേ, ആമേൻ, നമുക്ക് നല്ലൊരു അന്ത്യം പ്രാപിപ്പാനൊക്കത്തുള്ളൂ. നമുക്ക് പ്രമാണമുള്ളത് ഈ ബൈബിളാണ്, ഈ ദൈവവചനമാണ്. ഈ വചനത്തിൽ നാം നിലനിൽക്കണം. വചനത്തിൽ നിലനിന്നെങ്കിൽ മാത്രമേ, ആമേൻ, സ്തോത്രം, ഓരോ ദിവസവും, ആമേൻ, നമുക്ക് വളരുവാൻ പറ്റത്തുള്ളൂ. ആമേൻ. ഈ വചനം ദൈവമാണ്. ആമേൻ. വചനത്തിൽ വായിക്കുന്നു, നമ്മുടെ കൃപയും സത്യവും നിറഞ്ഞവനായി യേശു ക്രിസ്തു ഈ വചനം നമ്മുടെ ഇടയിൽ പാർത്തു. ആമേൻ. മനുഷ്യരെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ വയ്യാതെ വന്നപ്പോൾ തൻ്റെ ഓമനപുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ച് നമ്മൾക്ക്, ആമേൻ, സ്തോത്രം, യേശു നമുക്ക് പകരക്കാരനായി കാൽവരി ക്രൂശിൽ യാഗമായി തീരുവാനിടയായി തീർന്നു. ഈ നല്ല സന്ദേശം നിങ്ങളെല്ലാവരും കേൾക്കണം. ആമേൻ. നമ്മുടെ കർത്താവ് ലോകത്തിൽ വന്നത് പാപികളെ രക്ഷിപ്പാൻ വേണ്ടിയാണ് എന്നത് പരക്കെ അവൻ സകലരും പ്രസംഗിക്കുന്നു. അത് ആ രീതി സത്യം തന്നെയാണെങ്കിലും, ആമേൻ, യേശു തൻ്റെ പരിശുദ്ധ വേളയിൽ താൻ ചെയ്തൊരു കാര്യമുണ്ട്. ആമേൻ. തൻ്റെ ഐഹിക ജീവിതത്തിൽ, ആമേൻ, ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുകയായിരുന്നു. ആമേൻ. നാം ഇപ്പോൾ ദൈവരാജ്യത്തിന് കീഴിലാണ്. ദൈവരാജ്യത്തിലായിരിക്കുമ്പോൾ ദൈവരാജ്യത്തിൽ നമുക്ക് ദൈവം അനവധി, ആമേൻ, പദവികൾ തന്നിട്ടുണ്ട്. ആ പദവികൾ അതനുസരിച്ച് ദൈവം തന്നിരിക്കുന്ന ആലോചനയ്ക്കനുസരിച്ച് ദൈവിക പ്രമാണം അനുസരിച്ച് നാം നിന്നെങ്കിൽ മാത്രമേ, ആമേൻ, സ്തോത്രം, നമ്മുടെ ക്രിസ്തു ജീവിതം മുന്നോട്ട് നയിപ്പാനൊക്കത്തുള്ളൂ. ആമേൻ. ദൈവവചനം പറയുന്നു, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന ദൈവത്തിലെ, നിങ്ങളുടെ ഹൃദയം കർത്താവിനായി കൊടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് ഈ സമയം യേശു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു. യേശു തിരുവെഴുത്തിന് പ്രകാരം മരിച്ചു, തിരുവെഴുത്തിൻ പ്രകാരം അടക്കപ്പെട്ടു, തിരുവെഴുത്തിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു. അവൻ നമ്മുടെ ഹൃദയത്തിൽ വാസം ചെയ്യും. നിങ്ങളുടെ ഹൃദയം ഇന്ന് കർത്താവിനായി വിട്ടുകൊടുത്താൽ യേശു നിങ്ങളുടെ ഹൃദയത്തിൽ വാസം ചെയ്യുവാനിടയായി തീരും. ആമേൻ. വചനം പറയുന്നു, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാഗുകൊണ്ട് രക്ഷിക്കാൻ ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. നിന്റെ ജീവിതത്തിൽ അസമാധാനവും കഷ്ടതയും നിറഞ്ഞൊരു ജീവിതമാണെങ്കിൽ, ആമേൻ, നിന്റെ ജീവിതത്തിലെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം തരുവാനായി യേശു നമുക്ക് വേണ്ടി ക്രൂശിതനായി. യേശു നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ വന്നു, നമുക്ക് രക്ഷദാനമായി തന്നു. അവസാനത്തുള്ള രക്തം വരെ യേശു നമുക്ക് വേണ്ടി ഊറ്റി തന്നു. ആമേൻ, സ്തോത്രം. ദൈവം നമുക്ക് പകരക്കാരനായി യേശുവിനെ ഈ ഭൂമിയിലേക്ക് വിട്ടു. ആമേൻ. ദൈവമക്കളെ, യേശു നമുക്ക് വേണ്ടി ക്രൂശിതനാകേണ്ട കാര്യമില്ലായിരുന്നു. എന്നാൽ പ്രമാണം, ആമേൻ, വചനം പറയുന്നു, പ്രമാണത്തിൽ നിലനിൽക്കണം. അത്, സ്തോത്രം, ക്രൂശിൽ, ആമേൻ, ഒരു യാഗം, ഒരു മരത്തിന്മേൽ തൂങ്ങുന്നവരെല്ലാം ശപിക്കപ്പെട്ടെന്നുള്ള വചനത്തിൽ യേശു നമുക്ക് വേണ്ടി ക്രൂശിന്മേൽ ശാപമായി തീർന്നു. നമ്മുടെ ശാപം യേശു, മനുഷ്യരുടെ ശാപം യേശു ഏറ്റെടുത്തിട്ട് നമുക്ക് രക്ഷ തരുവാനിടയായി തീർന്നു. ആമേൻ. നിങ്ങൾ രക്ഷിക്കപ്പെട്ട വ്യക്തിയല്ലെങ്കിൽ ഇപ്പോഴാകുന്നു. ദൈവമക്കളെ, ഈ സുപ്രസാദകാല ഈ ദിവസം നിങ്ങൾ അത് ഏറ്റെടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഹൃദയത്തിലേക്ക് യേശു കടന്നു വരുവാനിടയായി തീരും. ഒരു കാര്യം നിശ്ചയമാണ്, വചനം പറയുന്നു, മരണം നിശ്ചയം, സമയം നിശ്ചയം. എന്നാൽ നിന്റെ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുക. ദൈവമക്കളെ, ഈ അവസരം നിങ്ങൾക്ക് നാളെ ലഭിച്ചു എന്ന് വരികയില്ല. ഇന്ന് ലോകത്തിൽ പെട്ടെന്ന് പൊടുന്നനവേ അനേകർ ഈ ലോകം വിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു, അനേകര് മരിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാതെ ഈ ലോകം വിട്ട് കടന്നുപോയാൽ, കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കാതെ ഈ ലോകം വിട്ട് കടന്നുപോയാൽ നിങ്ങളുടെ നിത്യത എവിടെ ചിലവഴിക്കും? ചിന്തിക്കുക. യേശു നമുക്ക് വേണ്ടി പകരക്കാരനായി ക്രൂശിന്മേൽ യാഗമാകുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. പാപത്തിന് ശാശ്വതമായ ഒരു പരിഹാരം വരുത്തേണ്ടതിനു വേണ്ടി, ആമേൻ, അത് മനുഷ്യരെ കൊണ്ട് നടക്കുവാൻ കഴിയില്ല. അത് ദൈവ രാജ്യത്തിൽ, ആമേൻ, അനേകർ, ആമേൻ, ആകണമെന്നുള്ള ആ ദൈവത്തിന്റെ വാഞ്ഛയും ആഗ്രഹത്താൽ സകല മനുഷ്യരെയും പാപികളായിരുന്നതിനാൽ അവരെ നിന്ന് പാപത്തിൽ നിന്ന് മോചിപ്പാനായിട്ടാണ് യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. യേശു മരിക്കുന്നതിന് മുമ്പ് യേശു പറഞ്ഞു, ഈ മന്ദിരം പൊളിപ്പീൻ, 3 നാൾ കഴിയും മുമ്പ് ഞാനതിനെ പണിയും. ഹല്ലേലൂയ. യേശു പറഞ്ഞതുപോലെ, ആമേൻ, അതുപോലെ യേശു മരണത്തെയും, ആമേൻ, പാതാളത്തെയും ജയിച്ച്
മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുവാനിടയായി തീർന്നു. അവരുടെ മുദ്രയെ പൊട്ടിച്ച് ആമേൻ യേശു പുറത്തു വരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. നമ്മുടെ അനേക ഗുരുക്കന്മാരുണ്ടായിരുന്നു. അവരുടെ കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ, അവർ പറഞ്ഞ വാക്കുകൾ ഏറിൽ കിടക്കുമ്പോൾ ഒന്നും നടക്കാതെ ഇരിക്കുമ്പോൾ നമ്മുടെ യേശു പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി അപ്രകാരം സംഭവിപ്പാനിടയായി തീർന്നു. യേശു പറഞ്ഞു, ഞാൻ പോകുന്ന നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാതിരുന്നാൽ കാര്യസ്ഥൻ നിങ്ങളുടെ തീരേക്ക് വരികയില്ല. യേശു പോയിട്ട് അമ്മ സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നമ്മളിലേക്ക് നമ്മെ അയച്ചു തരുവാനിടയായി തീർന്നു. ആമേൻ, സ്തോത്രം. യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് അനേക വചനങ്ങൾ ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അനേക പ്രവചനങ്ങൾ ഉണ്ട്. പ്രവചന നിവൃത്തിയായിട്ടാണ് യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വരുവാനിടയായി. ആമേൻ, അതിൻ്റെ മുഴുവനും നോക്കിയാൽ കാണുന്നു കഷ്ടം അനുഭവിക്കുന്ന രക്ഷിതാവിനെ കുറിച്ച് അവർ കാണുന്നു. സ്തോത്രം. ആമേൻ. അവിടെ എൻ്റെ ഒരു വാക്യം 1-2 വാക്യം ഞാൻ വായിപ്പാൻ. അനേകം കാളകൾ എന്നെ 12-ാം വാക്യം, അനേകം കാളകൾ എന്നെ വളഞ്ഞു, ബാഷാൻകൂട്ടന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു, വംശയോട് അലർന്ന സിംഹം പോലെ അവർ എൻ്റെ നേരെ വായ് പിളർന്നു. ആമേൻ, സ്തോത്രം. ദൈവമക്കളെ, ആമേൻ, യേശു നമുക്ക് വേണ്ടി യാഗമായി തീരുന്ന പ്രവചന വാക്യം അത് ആമേൻ പുതിയ നിയമത്തിൽ ആമേൻ പഴയ നിയമത്തിൽ ഉള്ള ഈ വചനം പുതിയ നിയമത്തിൽ അത് നിവൃത്തിയാകുവാനിടയായി തീർന്നു. ആമേൻ, സ്തോത്രം. ചില വാക്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവചനം അതിൻ്റെ 52-ാം അധ്യായത്തിൽ 13, 14, 15 വാക്യത്തിൽ ഉരുവഭംഗി നഷ്ടപ്പെട്ട യഹോവയുടെ ദാസനായ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. 53-ാം അധ്യായത്തിൽ മുഴുവനായി നോക്കുമ്പോൾ കാണുന്നു യഹോവയുടെ ദാസൻ അകൃത്യയാഗമായി തീരുന്നു എന്ന് നമുക്ക് കാണുന്നു. അതിൽ നിന്ന് ചില വാക്യങ്ങൾ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. 3-ാം വാക്യം മുതൽ, അവൻ യേശു മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായിരുന്നു. അവനെ കാണുന്നവർ മുഖം മറിച്ച് കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായി തീർന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിക്കപ്പെട്ടുമിരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. നാം എല്ലാവരും ആളുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. തന്നെത്താൻ താഴ്ത്തി വായ് തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, രോമം കത്തിരിക്കുന്ന മുമ്പാകെ മിണ്ടാതിരുന്ന ആടിനെ പോലെയും അവൻ വായ് തുറക്കാതിരുന്നു. അവൻ പീഡനത്താലും ശിക്ഷാവധിയാലും എടുക്കപ്പെട്ടു. ജീവനുള്ള ദേശത്ത് നിന്ന് അവൻ ഛേദിക്കപ്പെട്ടുവെന്നും എൻ്റെ ജനത്തിൻ്റെ അതിക്രമം നിമിത്തം അവന് ദണ്ഡനം വന്നുവെന്നും അവൻ്റെ തലമുറയിൽ ആര് വിചാരിച്ചു. സഖറിയാ പ്രവചനത്തിൽ നാം ഒരു വചനം നാം കാണുന്നു. സ്തോത്രം. അതിൻ്റെ യേശുവിനെ 30 വെള്ളിക്കാശിനാണ് യൂദ 30 വെള്ളിക്കാശിനാണ് വിലയ്ക്ക് വിൽപ്പാനിടയായി തീർന്നത്. യേശു ഒരു അടിമയായി തീർന്നു, നമുക്ക് വേണ്ടി ത്യാഗം ഏറ്റെടുത്തു. സഖറിയാ പ്രവചനത്തിൽ നാം കാണുന്നു. സഖറിയാ 12-13 വാക്യത്തിൽ, ഞാൻ അവനെ നിങ്ങൾക്ക് സ്തോത്രം. എന്നാൽ യഹോവയെ ഞാൻ അവരോട്, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ കൂലി തരുവീൻ, ഇല്ലെന്ന് വരികിൽ തരേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവർ എൻ്റെ കൂലി 30 വെള്ളിക്കാശ് തൂക്കിത്തന്നു. എന്നാൽ യഹോവ എന്നോട്, അത് ഭണ്ഡാരത്തിൽ ഇട്ടുകളക, അവർ എന്നെ മതിച്ചിരിക്കുന്ന മനോഹരമായൊരു വില തന്നെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ ആ 30 വെള്ളിക്കാശ് വാങ്ങി യഹോവയുടെ ആലയത്തിൽ ഭണ്ഡാരത്തിൽ ഇട്ടുകളഞ്ഞു. ആമേൻ, സ്തോത്രം. ഒരു അടിമ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് 30 വെള്ളിക്കാശിനായിരുന്നു. എന്നാൽ ആ പ്രവചനം നിവർത്തി പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നപ്പോൾ യേശുവിനെ 30 വെള്ളിക്കാശിന് യൂദ ഒറ്റിക്കൊടുക്കുവാനിടയായി. ദൈവമക്കളെ, നമുക്ക് വേണ്ടി പകരക്കാരനായി യേശു കാൽവരി ക്രൂശിൽ മരിക്കുവാനിടയായി തീർന്നു. ഒരു യോഗ്യതയും പറയുവാനില്ലായിരുന്നു നമ്മെ. താണ കുഴിയിലും കുഴിഞ്ഞ ചേറ്റിലും ആയിരുന്ന നമ്മെ കരകയറ്റി ക്രിസ്തുവിനോട് കൂടെ ഇരുത്തുവാനിടയായി തീർന്നു. ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആമേൻ, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിങ്ങളുടെ ഹൃദയവാതിൽ കുട്ടിക്കൊണ്ടിരിക്കുന്നു.
ഇന്ന് ആര് നിങ്ങളുടെ ഹൃദയം തുറക്കപ്പെടുന്നുവോ അവരിലേക്ക് യേശു കടന്നു വന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ വാസം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അസമാധാനത്താൽ കടന്നു പോകുന്നെങ്കിൽ, നിങ്ങൾ രോഗത്താൽ കടന്നു പോകുന്നെങ്കിൽ, ഭാരത്താൽ കടന്നു പോകുന്നെങ്കിൽ, അമ്മ നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അമ്മേൻ യേശു നിങ്ങളുടെ പകരക്കാരനായി നിങ്ങളുടെ ജീവിതത്തിൽ വസിപ്പാനിടയായി തരും. അമ്മേൻ ഞാൻ ഓർപ്പിച്ചിവിടെ അമ്മ യേശു ഈ ഭൂമിയിൽ കടന്നു വന്നിട്ട് ദൈവരാജ്യം സ്ഥാപിച്ചിട്ട് നമ്മെ അതിലെ അമ്മ ഉദ്യോഗസ്ഥരാക്കി ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ യേശു നമ്മുടെ പാപത്തിന് വേണ്ടി നമുക്ക് വേണ്ടി പകരക്കാരനായി. നമ്മുടെ എല്ലാവരും പാപം യേശുവിന്റെ മേൽ പിതാവായ ദൈവം അമ്മ ചുമത്തുവാനിടയായി തീർന്നു. യേശു ലൂക്കോസിന്റെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു പറഞ്ഞു, ദൈവമേ ഈ പാനപാത്രം എങ്കിൽ നിന്ന് എടുക്കണമേ എന്ന് പറഞ്ഞപ്പോൾ, നിലവിളിച്ചപ്പോൾ പിതാവായ ദൈവം തന്റെ മുഖം മറച്ചു കളയുവാനിടയായി. കാരണം പിതാവിന്റെ നീതി നിവർത്തിക്കുവാൻ വേണ്ടിയാണ് തന്റെ പുത്രനെ ആയ ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചത്. നമുക്ക് വേണ്ടി യേശു യാഗമായി തീർന്നു, നമ്മെ സ്നേഹിപ്പാനിടയായി തീർന്നു. ദൈവമക്കളെ, ഈ ഈസ്റ്റർ എന്ന് പറയുന്നത് എല്ലാ വർഷവും ഒരു ദിവസം വന്ന് നാം സെലിബ്രേറ്റ് ചെയ്യുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ആ വചനം പറയുന്നു, നിങ്ങൾ കൂടി വരുമ്പോൾ ഒക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ഇതിനെ ചെയ്യുവിൻ. നാം കൂടി വരുമ്പോൾ നാം എന്നും കർത്താവിൻ്റെ മരണ പുനരുദ്ധാനത്തെ നാം ഓർക്കണം. യേശു ഒരിക്കലായി നമുക്ക് വേണ്ടി അടക്കപ്പെട്ടു. യേശു നമുക്കായി ഉയർത്തെഴുന്നേറ്റു. യേശു നമുക്ക് വേണ്ടി ജീവിക്കുന്നു. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അനേക അവതാര പുരുഷന്മാർ ഈ ലോകത്തിലുണ്ടായിരുന്നപ്പോൾ അവരുടെ കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ നമ്മുടെ യേശുവിന്റെ കല്ലറ തുറന്നു കിടക്കുന്നു. അനേകർ പറഞ്ഞ വാക്കുകൾ, വാഗ്ദത്തങ്ങളൊക്കെ ഏറിൽ കിടക്കുമ്പോൾ നമ്മുടെ യേശു പറഞ്ഞതുപോലെ സഭയെ ഉറപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ ശരീരമായി തിരിച്ചു വന്ന ശിഷ്യന്മാരുടെ കൂടെ പാർത്ത് സഭയെ ഉറപ്പിച്ച് നമ്മുടെ കൂടെ ഇന്നും നമ്മിൽ വാസം ചെയ്യുന്ന യേശുവിന്റെ നാം വിളിക്കുമ്പോൾ ഇറങ്ങി വരുന്ന, നിന്റെ കഷ്ടതയിൽ, നിന്റെ നിലവിളിയിൽ, നിന്റെ ആവശ്യങ്ങളുടെ മുഖത്ത് നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് അടഞ്ഞ വാതിലുകളെ തുറക്കുന്ന യേശുവിനെ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ യേശുവിന്റെ സ്നേഹം നിങ്ങൾ ഏറ്റെടുത്താൽ ദൈവം യേശു നിങ്ങളിലേക്ക് കടന്നു വരുവാനിടയായി തീരും. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ആമേൻ. യേശു നമുക്ക് വേണ്ടി ത്യാഗം ഏറ്റെടുത്തു, കഷ്ടം അനുഭവിച്ചു. ആമേൻ. നമുക്ക് വേണ്ടി നല്ലൊരു മാതൃക ദൈവം നമുക്ക് മുന്നൊരുക്കി തന്നിട്ടാണ് പോയിരിക്കുന്നത്. ആ പാത തന്നെ നാം പിൻപറ്റണം. ആമേൻ, സ്തോത്രം. വചനത്തിലെ 1-2 ഭാഗം കൂടെ വായിച്ചിട്ട് ഞാൻ വേഗം അവസാനിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തിയിൽ നാം വായിക്കുന്ന ഒരു ഭാഗം കൂടെ നമ്മുടെ മുമ്പിൽ വെക്കട്ടെ. സ്തോത്രം. അതിന്റെ 4-ാം അധ്യായത്തിന്റെ 26 മുതൽ 27 വാക്യം. ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായി അവന്റെ അഭിഷേകത്തിന് വിരോധമായി ഒന്നിച്ചു കൂടുകയും ചെയ്തിരിക്കുന്ന നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവ് അരുളി ചെയ്തവനെ, ഇനി അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധാസനായ ദാസന് വിരോധമായി ഹെരോദാവും പെന്തിയോസ് പീലാത്തോസും ജാതികൾ ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തെ ഒന്നിച്ചുകൂടി. അനേകർ യേശുവിനെതിരായി എഴുന്നേറ്റെങ്കിലും സകല കോടതിയും വിസ്തരിച്ചെങ്കിലും അവരൊക്കെയും പറഞ്ഞൊരു കാര്യമുണ്ട്, യേശു നീതിമാന, ഇവനിൽ യാതൊരു കുറ്റം കാണുന്നില്ല. എന്നാൽ നമുക്ക് വേണ്ടി പകരക്കാരനായ യേശു കൽവറി ക്രൂശിൽ യാഗമായി. ആമേൻ. യേശു സ്വർഗത്തിലേക്ക് കരേറിപ്പോയപ്പോൾ നമുക്കൊരു ദൗത്യം തന്നു. സ്വർഗരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിച്ചിട്ട് പോയി പറഞ്ഞു, നമുക്കൊരു ഡ്യൂട്ടി തന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ യേശുവിന്റെ പകരക്കാരനായി നമ്മളിൽ ദൈവം നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് പോകുവാനായി ദൈവം ഇന്ന് ഈ സമയം നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ആമേൻ, സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരു വചനം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 15:25-26. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. ആമേൻ, സ്തോത്രം. ദൈവമക്കളെ, യേശു പറഞ്ഞ യേശുവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. നമ്മുടെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് മാറ്റമില്ല. ദൈവം പറഞ്ഞത് അത് അക്ഷരപ്രദ അത് സംഭവിച്ചു. ഒരു വാക്യം കൂടെ വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 3-4 വാക്യം. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചടക്കപ്പെട്ടു, തിരുവെഴുത്തിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ആമേൻ, സ്തോത്രം. യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം, അതേ പ്രവാചന നിവൃത്തിക്ക് വേണ്ടി പ്രവാചകന്മാരിൽ കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വർണ്ണിച്ചതുപോലെ യേശു ഭൂമിയിലേക്ക് കടന്നു വന്ന്
നമുക്ക് വേണ്ടി യേശു പാപമായി തീർന്നു. തിരുവെഴുത്തിൻ പ്രകാരം യേശു മരിച്ചടക്കപ്പെട്ടു. തിരുവെഴുത്തിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടയായി തീർന്നു. ആമേൻ. യേശു നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ടു. നമ്മെ സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. നമ്മെ ചേർപ്പാനായി, സഭയെ ചേർപ്പാനായി, തൻ്റെ മക്കളെ ചേർപ്പാനായി യേശു വേഗം വരുന്നു. അതുകൊണ്ട് ഇന്ന് ഈ സമയം ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നത്, കർത്താവിന് വേണ്ടി ജീവിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു അന്ത്യം പ്രാപിപ്പാൻ ഇടയായിത്തീരും. ആമേൻ. എല്ലാവിധ നന്മകളും ആശംസകളും ഞാൻ നേരുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. അനേക കാര്യങ്ങൾ പറയുവാനുണ്ടെങ്കിലും ആമേൻ, ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ദൈവം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന് വേണ്ടി നിങ്ങളെ ഹൃദയം തുറന്നു കൊടുത്താൽ ഹൃദയത്തിൽ യേശു വസിപ്പാനിടയായിത്തീരും. ഹല്ലേലൂയ. ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ ഈ സെക്ഷൻ അവസാനിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിശ്വസ്തനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, ഈ വിലയേറിയ സമയത്തിനായി ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, ഈ കേൾവിക്കാരെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ഈ ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിൽ ഈ വചനം എത്തുമ്പോൾ കർത്താവ് അവരുടെ ഹൃദയം കർത്താവിനായി തുറക്കപ്പെടട്ടെ. യേശു അവരുടെ ഹൃദയത്തിൽ വാസം ചെയ്യട്ടെ. അതിനെതിരെയുള്ള വ്യാപരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളും നിർവീര്യമായി തീരുവാൻ അധികാരമുള്ള യേശു ക്രിസ്തുവിനെ കൽപ്പിക്കുന്നു. കർത്താവെ, സകല മനുഷ്യരും കർത്താവിൻ്റെ പക്ഷത്തേക്ക് കടന്നു വരട്ടെ. അതിനായി അവരുടെ ഹൃദയം തുറക്കപ്പെടട്ടെ. അതിനായി ഈ വചനം ഞങ്ങൾ അയച്ചു പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ. എല്ലാ വ്യക്തി ജീവിതങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിവുകാരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. സ്തോത്രം. കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തി ഉണ്ടാകട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിൽ അനേകർ കടന്നു വരട്ടെ, അനേകർ കൂടി വരട്ടെ. അത്ഭുതങ്ങൾ, അടയാളങ്ങളും വീര്യപ്രവൃത്തികളും സംഭവിക്കട്ടെ. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. അടിയങ്ങൾക്കായി ജീവനെ തന്ന യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ.